മുഖ്യമന്ത്രിക്കെതിരെ ഒരു തെളിവില്ലെങ്കിൽ പിന്നെ ആഭ്യന്തരമന്ത്രി അദ്ദേഹം ഉണ്ടാക്കി കൊടുക്കാൻ നിൽക്കണോ? എനിക്കറിയാൻ വയ്യ ചോദിക്കുകയാണ്. നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ നടന്ന സമരത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് കേരളത്തിന്റെ പല ഭാഗത്തും സമരങ്ങളുണ്ടായി. വിവിധ യുവജന സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളുടെയും സമരങ്ങളാണ് നടന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കുറെ കേസുകൾ കേരള പോലീസ് എടുത്തിട്ടുണ്ട്. ആ കേസുകൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവ് തുഷാർ ഗാന്ധി അതോടൊപ്പം തന്നെ ധാരാളം പ്രമുഖരായ വ്യക്തികൾ മുഖ്യമന്ത്രിക്കും എനിക്കും കത്തുകൾ നൽകിയുണ്ടായി. മുഖ്യമന്ത്രിക്ക് ലഭിച്ച കത്തുകളെല്ലാം അദ്ദേഹം ആഭ്യന്തരമന്ത്രി എന്നുള്ളത് എനിക്ക് നൽകി. ഞാൻ ഇന്ന് ആ കേസുകൾ ഇനിയും മുന്നോട്ട് പോകണ്ട എന്ന നിർദ്ദേശം ഡിജിപിക്ക് നൽകിയിട്ടുണ്ട്. പല കേസുകളിൽ എഫ്ഐആർ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇതൊരു പൊതുവായ കേസാണ്. സുപ്രീം കോടതി വരെ ഈ കേസിൽ വളരെ പോസിറ്റീവായ സമീപനമാണ് സ്വീകരിച്ചത്. ഇവിടെ അക്രമ സംഭവങ്ങളൊന്നും പ്രത്യേകിച്ച് നടന്നിട്ടില്ല. അതുകൊണ്ട് രജിസ്റ്റർ ചെയ്ത എല്ലാ എഫ്ഐആറിലും ഇനിയും നടപടികളുമായി മുന്നോട്ട് പോകണ്ട എന്ന നിർദ്ദേശം ഞാൻ ഡിജിപിക്ക് നൽകിയിട്ടുണ്ട്. എത്ര കേസുകളാണെങ്കിലും അതുമായി ഇനിയും ആ കേസ് തുടർ നടപടികൾ വേണ്ട എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഞാനൊന്ന് പറഞ്ഞോട്ടെ ഇതുമായി ബന്ധം. അപ്പൊ അങ്ങനെ നിർദ്ദേശം ഇന്ന് രാവിലെ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓപ്പറേഷൻ തുഫാനുമായി ബന്ധപ്പെട്ട് ഇന്നലെ രാത്രി 2 മണി മുതൽ കേരളത്തിലെ എല്ലാ ജയിലുകളിലും പോലീസും ജയിൽ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ സംയുക്തമായ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ആ റെയ്ഡുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ജയിലിനകത്ത് ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, പലരും അവിടെ വിൽക്കുന്നുണ്ട് എന്നുള്ള പരാതി കിട്ടിയതിന്റെ വെളിച്ചത്തിലാണ് ജയിൽ അധികൃതരും പോലീസും ചേർന്ന് ഈ സെർച്ച് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് അല്ല, എന്റെ തീരുമാനം ഇന്നലെ UDF കൺവീനർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി വ്യാപനത്തിന്റെ ശക്തി കൂട്ടിക്കൊണ്ട് പ്രീ റോൾ കോണുകൾ, അതായത് ഓൺലൈൻ ഡെലിവറി പ്ലാറ്റ്ഫോമുകളിലൂടെ കുട്ടികൾക്ക് എത്തുന്ന ഒരു വാർത്ത ഇന്നലെ പുറത്തു വന്നിട്ടുണ്ട്. അത് നിയമപരമായി എന്താണ് അതിൽ ആഭ്യന്തര വകുപ്പ്? അത് വളരെ ഗൌരവമുള്ളൊരു വിഷയമാണ് ചോദിച്ചത്. ഒരു കാരണവശാലും അത് അംഗീകരിക്കില്ല. ഈ ഡെലിവറി ബോയ്കളെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഈ മയക്കുമരുന്ന് വ്യാപനം ശക്തമായി തന്നെ നേരിടും. ഒരു കാരണവശാലും അംഗീകരിക്കില്ല. ഈ പരാമ്പ്രയിൽ കോഴിക്കോട് ഉണ്ടായ സംഭവം തന്നെ, അധ്യാപകർ ഉൾപ്പെട്ട സംഭവം തന്നെ വളരെ ഗൌരവമുള്ളതാണ്. അതിനകത്ത് ഒരു ഡെലിവറി ബോയിയുടെ സാന്നിധ്യം നമുക്ക് അവിടെ കാണാൻ കഴിയും. അതുകൊണ്ട് എനിക്ക് ഡെലിവറി രംഗത്ത് പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരായ ആളുകളോട് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾ ഇതിനകത്തുനിന്ന് പിന്മാറണം. ഇത് ശരിയല്ല. ഈ ലഹരിയുടെ വ്യാപനത്തിന് നിങ്ങൾ കരുക്കളായി മാറുന്നത് ഗൌരവത്തോടെയാണ് പോലീസ് കാണുന്നത്. ശക്തമായ നടപടി ഉണ്ടാകും. അതുകൊണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ സൂചിപ്പിച്ച പോലെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെയുള്ള പ്രചരണം ഇതെല്ലാം അവസാനിപ്പിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണ്. പ്രതിപക്ഷത്തിരിക്കെ അന്നത്തെ സർക്കാരിനെതിരെ അന്ന് BJPയുമായുള്ള രാഷ്ട്രീയ ഡീലിന്റെ ഭാഗമായിട്ടാണ് DFCയിൽ ഒപ്പിട്ടതെന്നുള്ള വലിയ രാഷ്ട്രീയ പ്രചാരണം നടത്തിയാണ് UDF അധികാരത്തിൽ വന്നത്. അല്ല, ഒപ്പിട്ടത് ആരായിരുന്നു? CPI പോലും അറിയാതെ ഒപ്പിട്ടത് ആരായിരുന്നു? ഞങ്ങളാണ് ഒപ്പിട്ടത്. അത് ഒപ്പിട്ടത് കഴിഞ്ഞ ഗവൺമെന്റ് ആയിരുന്നു. അതുകൊണ്ടാണ് CPIയുടെ പ്രതിഷേധം ഉയർന്നു വന്നല്ലോ. മന്ത്രിസഭ അറിയാതെ, മുന്നണി അറിയാതെ, മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിയായ CPIയുടെ അഭിപ്രായം പോലും മാനിക്കാതെ ദ്രുതഗതിയിൽ ഒപ്പിട്ടത് ആരായിരുന്നു? പ്രതിപക്ഷത്തോട് അഭിപ്രായം ചോദിച്ചിരുന്നു. ആ ഒപ്പിട്ട കാര്യം ഇപ്പോഴും നിലനിൽക്കുകയാണ്. അപ്പൊ അത് പിൻവലിഞ്ഞു കഴിഞ്ഞാൽ പല സർക്കാരിന് കിട്ടും. ഇപ്പം ഒപ്പിട്ട് കഴിഞ്ഞ സാഹചര്യത്തിൽ എന്ത് വേണമെന്നുള്ളതാണ് ഇന്നലെ UDF ചർച്ച ചെയ്തത്. തന്നെയുമല്ല, കരിക്കുലത്തിന്റെ കാര്യത്തിൽ നമുക്ക് ഫ്രീഡം വേണം. അതുപോലെ തന്നെ വിദ്യാലയങ്ങൾ സെലക്ട് ചെയ്യുന്നതിൽ നമുക്ക് ഫ്രീഡം വേണം. തുടങ്ങിയിട്ടുള്ള ചില നിബന്ധനകൾ ആണ് ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് മുമ്പിൽ വെക്കാൻ പോകുന്നത്. അതിന്റെ വിശദാംശങ്ങളൊക്കെ ഇന്നലെ UDF കൺവീനർ വിശദീകരിച്ചതുകൊണ്ട്
ഞാൻ അങ്ങോട്ട് കടക്കുന്നത്. ജബി ബേക്കറിനും അബ്ദുൾ വഹാബിനും കേന്ദ്രമന്ത്രി പി.എസ്.സിയുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയിട്ടുണ്ടോ? ആ മറുപടി ഇന്ന് രാവിലെ ജോൺ ബ്രിട്ടാസ് പുറത്തുവിട്ടിട്ടുണ്ടോ? ആ മറുപടിയിൽ ജോൺ ബ്രിട്ടാസ് പറയുന്നത് ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറാം എന്ന തരത്തിലുള്ള മറുപടി നൽകിയിട്ടുണ്ട് എന്നാണ് ജോൺ ബ്രിട്ടാസ് പറയുന്നത്. എന്തുകൊണ്ട് ഈ കാര്യം ജോൺ ബ്രിട്ടാസ് പിണറായി വിജയനോട് പറഞ്ഞില്ല? പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹം രാജ്യസഭാ മെമ്പറായിരുന്നു. അദ്ദേഹം എന്തുകൊണ്ട് അന്ന് അദ്ദേഹത്തിനോട് ചെവിയിലെങ്കിലും ഒന്ന് പറയായിരുന്നല്ലോ? പുറമേ പറയാനുള്ള ബുദ്ധിമുട്ട് കാണും അദ്ദേഹത്തിന്. ചെവിയിലെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാമായിരുന്നല്ലോ. അന്ന് അതൊന്നും പറയാതെ ഇത്രയും ഒപ്പിട്ട് അതിനുശേഷം കൂടുതൽ ആനുകൂല്യങ്ങളും വാങ്ങിച്ചിട്ട് കേന്ദ്ര ഗവൺമെന്റ് സഹായം വാങ്ങിച്ചിട്ട് ഇപ്പൊ ഞങ്ങളുടെ തലയിലോട്ട് കയറണ്ട, ഞങ്ങളതിൽ ഇത് ഒപ്പിട്ടത്. അല്ല, മറുപടി ആര് ചോദിച്ചാൽ ചോദ്യം ചോദിച്ചാൽ മറുപടി കൊടുക്കുമല്ലോ. അന്ന് എന്തുകൊണ്ടാണ് ഇത് ജോൺ ബ്രിട്ടാസിന് ഇത് അറിയാതെ? അദ്ദേഹം എം പി അല്ലേ. അദ്ദേഹം എന്തുകൊണ്ട് അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോട് ഈ കാര്യം പറഞ്ഞില്ല? അപ്പോ ഒപ്പിട്ടു, എല്ലാം അംഗീകരിച്ചു, അത് SSA ഫണ്ടും വാങ്ങിച്ചു, മറ്റ് ആനുകൂല്യങ്ങളും വാങ്ങിച്ചു. എന്നിട്ട് ഞങ്ങളുടെ ഗവൺമെന്റ് വന്നപ്പോൾ ഞങ്ങളുടെ തലയിൽ ഇത് വെക്കണ്ട, അതിന്റെ ഉത്തരവാദിത്തം അവർക്ക് തന്നെയാണ്. മുഖ്യമന്ത്രിക്ക് ക്ലീൻ ചിറ്റ് നൽകിയത് ഫയൽ പരിശോധിച്ച ശേഷമാണ്. ഒരു ഘട്ടത്തിലും CBI അന്വേഷണം വേണമെന്ന് വിജിലൻസ് ഡയറക്ടർ പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഇത്തരം കേസുകൾ അന്വേഷിക്കാനുള്ള അധികാരം സംസ്ഥാന ഗവൺമെന്റിനോ സംസ്ഥാനത്തെ കുറ്റാന്വേഷണ ഏജൻസികൾക്കോ ഇല്ല. ഫോറിൻ കോൺട്രിബ്യൂഷൻ ആക്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് അന്വേഷിക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റും അതോടൊപ്പം തന്നെ CBI കേന്ദ്ര ഏജൻസികളാണെന്നാണ് പറഞ്ഞത്. ആ കേന്ദ്ര ഏജൻസികൾക്ക് എന്തുകൊണ്ടാണ് അന്നത്തെ ഗവൺമെന്റ് വിട്ടുകൊടുത്തില്ലല്ലോ? ഞങ്ങളുടെ അതിനുശേഷം നടന്ന പരിശോധനയിൽ ഇത് ആവശ്യമില്ല, ശ്രീ VD സതീശനെ ബന്ധപ്പെടുത്താനുള്ള ഒരു തെളിവും ഇല്ല എന്ന് അസന്നിഗ്ധമായി വിജിലൻസ് റിപ്പോർട്ട് തന്ന് കേസ് അവസാനിപ്പിക്കാമെന്ന് പറയുമ്പം അങ്ങനെയല്ല, അത് കേസ് മുന്നോട്ട് പോകണമെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ? ഞാൻ അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? ആരുടെ കാര്യമാണേലും കേസ് അവസാനിപ്പിക്കാമെന്നും വിജിലൻസ് ആംഗിൾ ഇക്കാര്യത്തിൽ ഇല്ലെന്നും വിജിലൻസ് ഡയറക്ടർ ഫയലിൽ എഴുതി എനിക്ക് അയച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താ സ്വീകരിക്കേണ്ടത്? എന്താണ് നടപടിയാ സ്വീകരിക്കേണ്ടത്? പിന്നെ ഇന്നലെ പാർട്ടി സെക്രട്ടറി ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞു വിസിൽ അടിച്ചു എന്ന് പറഞ്ഞു. വിസിൽ അടിച്ചു എന്നുള്ളത് ശരിയാണ്, ഇനിയും വിസിൽ അടിക്കാൻ പോവുകയാണ്. കുറ്റക്കാരും അഴിമതിക്കാരും വഴിവിട്ട കാര്യങ്ങൾ ചെയ്യുന്നവരെയൊന്നും ഈ ഗവൺമെന്റ് അംഗീകരിക്കില്ല. ഗവൺമെന്റ് അവരുടെയൊക്കെ പേരിൽ നടപടി എടുക്കുകയും ചെയ്യും. പക്ഷേ നിരപരാധികളാണെങ്കിൽ അവരെ വെറുതെയും വിടും. കുറ്റം ചെയ്യാത്ത ആളുകളെ ഒരു കാരണവശാലും വിജിലൻസ് ആംഗിൾ ഇല്ല എന്ന് അവർ തന്നെ പറയുന്ന കാര്യത്തിൽ എനിക്കങ്ങനെ കുറ്റക്കാരനാക്കാൻ പറ്റും? അപ്പോൾ MV ഗോവിന്ദ മാസ്റ്റർ വസ്തുത മനസ്സിലാക്കാതെയാണ് സംസാരിക്കുന്നത്. അദ്ദേഹത്തെ പോലൊരാള് CPMന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. വസ്തുതകൾ മനസ്സിലാക്കി സംസാരിക്കുന്നതാണ് അഭികാമ്യം എന്നാണ് അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത്. കോടതി പോലെ പോടുന്നേ, ഒരു കുഴപ്പമില്ല. അതെന്താ തെറ്റെന്താ? അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ ഒരു വെള്ളപ്പൊക്കം വന്ന് വീട് നഷ്ടപ്പെട്ടു പോയ പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കാൻ ഇങ്ങനെയൊരു ഏജൻസിക്ക് പണം കൊടുക്കണമെന്ന് പറഞ്ഞാൽ എന്ത് തെറ്റാവുള്ളേ? നമ്മളൊക്കെ പറയില്ലേ? മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധി കൊടുക്കാൻ പറയും, സന്നദ്ധ സംഘങ്ങൾക്ക് സഹായം ചെയ്യാൻ പറയും. അതൊക്കെ പൊതുവെ പറയുന്ന കാര്യമല്ലേ? അതിനകത്ത് എന്താ തെറ്റ്? വീഡിയോ കാണിക്കേണ്ട കാര്യം എന്താണ്? വീഡിയോ അത് പറയാം. അദ്ദേഹം പണം വാങ്ങിച്ചോ എന്നുള്ള ചോദ്യം. ശ്രീ VD സതീശന്റെ അക്കൌണ്ടിലോ അദ്ദേഹം നേരിട്ടോ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വിദേശ സഹായം വാങ്ങിയോ എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം ഇല്ല എന്നുള്ളതാണ്. എല്ലാ തെളിവുകളും എല്ലാ കാര്യങ്ങളും ശേഖരിച്ചിട്ടും ആദ്യത്തെ കേസ് തന്നെ വെറുതെ വിട്ടു. LDF ഉള്ള കാലത്ത് തന്നെ വെറുതെ വിട്ടു. പിന്നീട് ഈ ഗവൺമെന്റ് വന്ന ശേഷം അന്വേഷിച്ചപ്പോഴും അത് അന്വേഷണം തുടർച്ചയാണ്. അന്വേഷിച്ച സന്ദർഭത്തിൽ ഒരു തെളിവുമില്ല. മുഖ്യമന്ത്രിക്കെതിരെ ഒരു തെളിവില്ലെങ്കിൽ പിന്നെ ആഭ്യന്തരമന്ത്രി അദ്ദേഹം ഉണ്ടാക്കി കൊടുക്കാൻ നിൽക്കണോ? എനിക്കറിയാമയ്യ ചോദിക്കുകയാണ്. ഞാൻ വിജിലൻസ് സാധ്യമായിട്ടല്ല കൈകാര്യം ചെയ്യുന്നത്. അപ്പം ഗോവിന്ദ മാസ്റ്റർ പോലെ സീനിയറായ നേതാവ് വസ്തുതകൾ മനസ്സിലാക്കിയിട്ട് വേണം ഇത്തരം കാര്യങ്ങൾ